നമസ്കാരം. മീറ്റ് എഡിറ്റേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. KSFDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട സാബു ചെറിയാനാണ് മീറ്റ് എഡിറ്റേഴ്സിലെ അയച്ച. വളരെ നന്ദി ശ്രീ സാബു ചെറിയാൻ. താങ്കളുടെ ടേം പൂർത്തിയാക്കിയതിന് ശേഷമാണ് താങ്കളെ KSFDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധ മഴ? അല്ല, ടേം കഴിഞ്ഞവരാണ് ഇരിക്കുന്ന മുഴുവൻ ചെയർമാന്മാരും. 90 കോർപ്പറേഷന് ചെയർമാന്മാരുടെ ടൈം കഴിഞ്ഞതാണ്. അതിനകത്ത് പ്രിയദർശൻ അദ്ദേഹത്തിന് സമയക്കുറവുള്ളതുകൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി പുതിയ രാജീവ് നാഥിനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കോർപ്പറേഷനിലും നിലവിലുള്ള ചെയർമാന്മാർ തന്നെ തുടരുന്നുണ്ട്. അതൊന്ന്. രണ്ട്, എനിക്ക് പ്രതിഷേധം ഇതിൽ നിന്ന് മാറ്റിയതുകൊണ്ടല്ല, ആ മാറ്റിയ രീതിയോടാണ് പ്രതിഷേധം. അതുകൊണ്ടാണ് പുതിയ ബോർഡ് അംഗങ്ങൾ പോലും എന്നോടൊപ്പം അതിനകത്ത് സഹകരിക്കാൻ നിന്നത്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് മന്ത്രി എന്നെ ഡീൽ ചെയ്തത്. അതെനിക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മന്ത്രിക്കൊരു വ്യക്തിവിരോധം താങ്കളോടുണ്ടോ? ഇല്ല, ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഈ ഞങ്ങളുടെ കോർപ്പറേഷൻ 90 കോർപ്പറേഷനിൽ 76ാം സ്ഥാനത്ത് കിടന്നൊരു കോർപ്പറേഷനാണ്. ഞാൻ കയറുമ്പോൾ 11-ൽ 12-ൽ അത് 42ാം സ്ഥാനത്ത് വന്നു. അതിനുശേഷം 11-ൽ 35ാം സ്ഥാനത്ത് വന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇറങ്ങിയ എല്ലാ PSUസിൻ്റെ ഒരു അസസ്മെൻറ്റ് ബുക്കുണ്ട് ഗവൺമെൻറ് ഇറക്കുന്നത്. അപ്പോൾ ആ ബുക്ക് വന്നപ്പോൾ അതിനകത്ത് നമ്മൾ 29ാം സ്ഥാനത്തേക്ക് കയറി. ആ വാർത്ത, ആ ബുക്ക് സഹിതം അദ്ദേഹത്തെ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ ചെന്ന് പുള്ളി ബുക്ക് നോക്കി എന്നോട് ഒന്നും ഒരു അനുമോദനം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം പറഞ്ഞു, സാബുവിൻ്റെ പോസ്റ്റിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ പോവുകയാണ്, KPCCക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമില്ല എന്ന് പറഞ്ഞു. ആ ഒരു രീതി ഉണ്ടല്ലോ, ഒരു സാധാരണക്കാരനോട് പോലും ചെയ്യാത്തൊരു രീതി ഇത്രയും നല്ല രീതിയിൽ ഒരു കോർപ്പറേഷനാക്കി എന്നോട് ചെയ്തതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. രാജ്മോഹന് വരിക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൊളിറ്റിക്കൽ നിയമനമാണ്. സ്വാഭാവികമാണ്, അവരവരുടെ സർക്കാർ വരുമ്പോൾ അവരവരുടെ ആളുകളെ ആക്കുക. പക്ഷെ നിങ്ങൾക്കൊരു സ്ഥാനം നൽകി, നിങ്ങൾക്കൊരു അവസരം നൽകി, അത് നിങ്ങൾ ചെയ്യുകയും ചെയ്തു. രാജ്മോഹൻ ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ്? രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടൻ വന്നതിന് ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിന് എന്നേക്കാൾ 100 ഇരട്ടി അതിനകത്ത് വരാനുള്ള കഴിവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മന്ത്രിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എൻ്റെയും പൊളിറ്റിക്കൽ പോസ്റ്റാണ്. എന്നെ വെച്ചത് ശ്രീ ഗണേഷ് കുമാർ അല്ല. അതാണ് ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ചെയർമാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാൽ പോസ്റ്റ് ചെയ്യപ്പെട്ടതാണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. അവിടെ എന്നെ പോസ്റ്റ് ചെയ്തത് അന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറും കൂടെ ഒന്നിച്ചെഴുതി കൊടുത്ത ഏക പേരാണ് എൻ്റെ. അങ്ങനെ സുരേഷ് കുമാറും അതുപോലെ തന്നെ പ്രിയദർശനുമാണ് ഗണേഷ് വെച്ച ചെയർമാന്മാർ. താങ്കളുടേത് പൊളിറ്റിക്കലാണ്? എൻ്റെ പൊളിറ്റിക്കലാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കലാവുക? എന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് വെച്ചേക്കണതാണ്. രമേശിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും കൂടെ ഒന്നിച്ചെഴുതി കൊടുത്ത പേരാണ് എൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ചെയർമാനെ എങ്ങനെ പോസ്റ്റ് ചെയ്തു എന്നെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഈ ഇറക്കി വിട്ടത് കൂടാതെ ഇന്നലെ മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടത്, അത് പൊളിറ്റിക്കൽ പോസ്റ്റിങ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞത് എന്നെ അതിനേക്കാൾ വേദനിപ്പിച്ചു. കാരണം ഞാൻ KSUവിൽ മുതൽ കോൺഗ്രസ്സിലുള്ള ആളാണ്. KSUവിൻ്റെ കോതമംഗലം കോളേജിലെ ചെയർമാൻ കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. കോൺഗ്രസിൻ്റെ 5 വർഷത്തെ മണ്ഡലം പ്രസിഡൻ്റാണ് കോതമംഗലം. 6 വർഷത്തോളം ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ്. അല്ല, ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മാത്രം തീരുമാനമല്ലല്ലോ, മറിച്ച് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള രാഷ്ട്രീയമായ സാഹചര്യം KPCCയെ സംബന്ധിച്ചുണ്ടാകും. രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ പരിഗണിക്കേണ്ട ഒരാളല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടനെ പരിഗണിക്കുന്നതിന് ആർക്കും, സിനിമാക്കാർക്ക് ഉൾപ്പെടെ ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ എന്നോട് ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, ഒരു നല്ല കാര്യം പറയാൻ ചെല്ലുമ്പോൾ അതിന് പോലും നന്നായി എന്ന് പോലും പറയാതെ നിങ്ങളെ മാറ്റുവാണ് എന്ന് പറയുന്ന, അങ്ങനെയല്ലോ. ഒരു അനീതി അവിടെ ഉണ്ടായി സാബു ചെറിയാനോട് എന്നുള്ളത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. വാദമല്ല, ബാക്കിയുള്ളവർ രാജിവെക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ബോർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ ഇടവേള ബാബു എന്ന വൈസ് ചെയർമാൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ബോർഡ് വരുമ്പോൾ 76ാം സ്ഥാനത്ത് 3.5 കോടി രൂപ അഡ്കോയ്ക്ക് അടക്കാൻ നശിച്ച് കിടന്നൊരു സ്ഥാപനം, നശിച്ച് കിടന്നൊരു ഓഫീസ്, എല്ലാ തിയേറ്ററുകളിലും സിനിമയും കിട്ടാനില്ല, നശിച്ച് കിടന്നൊരു സ്ഥാപനം. അപ്പോൾ ശ്രീ ഗണേഷ് കുമാറും സിനിമാക്കാരൻ, ഞങ്ങളെല്ലാം സിനിമാക്കാരായതുകൊണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലാണ് ഈ കോർപ്പറേഷനും ഈ തിയേറ്ററും കാര്യങ്ങളെല്ലാം. തീർച്ചയായും ഈ രാജ്യനീക്കം ആസൂത്രിതമാണല്ലോ. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും പിന്നിലെ ലക്ഷ്യം എന്താണെന്നും അറിയാം, അത് പിന്നീട് പറയും എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമക്കാരൊക്കെ കൂട്ടത്തോടെ രാജിവെക്കുന്നു എന്നുള്ളത് ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണല്ലോ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും സിനിമാക്കാരെയാണ് ബ്രാൻഡ് അംബാസഡേഴ്സ്. എന്തിനാണെന്ന് അവരുപയോഗിക്കുന്നത്?
സിനിമാക്കാർക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും അവരെ ഉപയോഗിക്കുന്നത്. മമ്മൂട്ടിയെ ഉപയോഗിക്കുന്നുണ്ട്, മോഹൻലാലിനെ ഉപയോഗിക്കുന്നുണ്ട്, ദിലീപ്, പൃഥ്വിരാജ് മുതൽ മഞ്ജു വാര്യർ അടക്കം എല്ലാവരും ബ്രാൻഡ് അംബാസഡേഴ്സ് ആണല്ലോ. അപ്പോൾ അവർക്ക് സിനിമാക്കാർക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ അവർ. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആര് എന്ന് ഞാൻ പറയുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ ഇതിന് പിന്നിൽ ആരോ ഉണ്ട്, അതായത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ അതാരാണ്? അല്ല, സിനിമാക്കാരെല്ലാം ഒന്നിച്ചാണ്. ഇനിയിപ്പോൾ നാളെ അടുത്ത വിഷയം വരുവാണ്. ഓട്ടോൺ അക്കൗണ്ടിൽ 5% വാറ്റ് കൊണ്ടുവന്നത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ മൊത്തം സിനിമാക്കാരും എല്ലായിടത്തും നിന്ന് രാജിവെച്ച് പോകും. ഇതൊക്കെ കൂട്ടിക്കുഴക്കണ്ട. ഇപ്പോൾ താങ്കൾ പറയുന്നത് താങ്കളോട് മര്യാദകേട് കാണിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു ചോദ്യമുണ്ട് അവിടെ. ഇടവേള ബാബു അടക്കമുള്ളവർ പിന്നെ എന്തിന് രാജിവെക്കണം? കാരണം എല്ലായിടത്തും സിനിമാക്കാർ വന്നാലേ കാര്യങ്ങൾ നന്നാവൂ എങ്കിൽ ബോർഡ് ഡയറക്ടർമാരും വൈസ് ചെയർമാനും രാജിവെക്കേണ്ട കാര്യമില്ല. അല്ല, അതെല്ലാം പറഞ്ഞേ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സിനിമയിൽ നിന്ന് എല്ലാവരും കൂടെ രാജിവെച്ച് പോകുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അവർ പൊളിറ്റിക്കലി എല്ലാവരും ഇനി അഥവാ നിങ്ങൾ രാജിയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളുടെ തന്നെ സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേഷ് കുമാർ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കണം ഈ ഗവൺമെന്റിനോട് എതിർപ്പുണ്ടെങ്കിൽ. ഉറപ്പായിട്ട് വയ്ക്കും. ഇതെല്ലാം നാളെ വൈകുന്നേരത്തിനുള്ളിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഗവൺമെന്റ് വോട്ട് ഓൺ അക്കൗണ്ടിൽ ഇനിയിപ്പോൾ 5% വാറ്റ് പിൻവലിച്ചില്ലെങ്കിൽ അത് ഇനി അദ്ദേഹം മിനിങ്ങാന്ന് തന്നെ എന്നെ ഇതുപോലെ നമ്മളെ പുറത്താക്കി എന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കാൻ തുനിഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം കൂടെ ഒന്നിച്ച് വേണ്ട, എന്താണ് തീരുമാനം എന്ന് അറിഞ്ഞിട്ട് മതിയെന്ന് ഓർത്തിട്ടാണ്. ഇല്ലെങ്കിൽ അദ്ദേഹവും ആദ്യമേ റെഡിയാണ് ഇത് രാജിവെച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ താങ്കളെ പുറത്താക്കാൻ ഒരുങ്ങുന്നത്. ഗണേഷ് കുമാർ ഒരുങ്ങുന്നതല്ല, കഴിഞ്ഞു. ഉമ്മൻചാണ്ടി, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ അടുത്ത കാലത്ത് 3 മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത് അല്ലെങ്കിൽ താങ്കൾ ചെയ്ത നല്ല വർക്ക് കാണാൻ കഴിയാതെ പോകുന്നത് തിരുവഞ്ചൂരിനാണ്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് പറയണതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം വന്ന് ഓരോ തിയേറ്റർ പണിക്കും രാത്രിയും പകലും ഒരു കാലത്തും ഒരു മന്ത്രി അങ്ങനെ വന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരം കൈരളി ശ്രീ തിയേറ്ററിൻ്റെ പണി നടക്കുമ്പോഴും എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുമ്പോൾ രാത്രി അവിടെ വന്ന് നിൽക്കും. അവിടെ ഞാനടക്കമുള്ളവർ സിനിമാക്കാരെല്ലാം അവിടെ നിൽക്കുക. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു മോഹമാണ് ഒരു സർക്കാർ തിയേറ്റർ ഏറ്റവും നല്ല രീതിയിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുന്നവർക്കറിയാം, ഏറ്റവും നല്ല തിയേറ്റർ നമ്മുടെ കയ്യിലാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. കോഴിക്കോട് ഏറ്റവും നല്ല തിയേറ്റർ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിലേക്ക് ഒരു തിയേറ്റർ മാറ്റാൻ അദ്ദേഹം, അത് പിന്നെ സിനിമാക്കാരനായതുകൊണ്ട് ഓക്കെ. അദ്ദേഹം മാറിയതിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തും ഇതുപോലെ എന്ത് കാര്യത്തിന് ചെന്നാലും അപ്പം തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. തിരുവഞ്ചൂർ സാർ വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 5 വകുപ്പാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞത് സിനിമയാണ്. അപ്പോൾ സിനിമയായിട്ട് ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 ചെയർമാന്മാരുണ്ട് സിനിമയിൽ. ഈ 3 ചെയർമാന്മാരോ അല്ലെങ്കിൽ ബോർഡും കൂടെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് പോലും അദ്ദേഹത്തിന് നടത്താൻ അദ്ദേഹത്തിന് സമയം കിട്ടി. അങ്ങനെ താങ്കളോട് താല്പര്യക്കുറവ് വരാൻ അല്ലെങ്കിൽ ഈ നിങ്ങൾ അടക്കമുള്ള ആളുകളോട് താല്പര്യക്കുറവ് വരാൻ അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ തിരുവനന്തപുരം? ഇല്ല, ഈ ഒരാഴ്ച മുമ്പ് വരെ ഇല്ല. എല്ലാ കാര്യത്തിനും സഹകരിച്ചു. ഇപ്പോൾ ഈ IFFK നടന്നപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ സഹകരിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും സഹകരിച്ച് ഈ കോർപ്പറേഷനെ ഇത്രയൊരു നല്ല രീതിയിലാക്കി 29ാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറഞ്ഞൊന്ന് അറിയിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളെ മാറ്റുകയാണെന്ന് പറയുന്നതിലുള്ള മാറ്റുകയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുള്ളതായി സംശയിക്കുന്നുണ്ടോ താങ്കൾ? ഇപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ടേം കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കയറുമ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തേണ്ട എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം ഞങ്ങൾ ഓഡിറ്റ് നടത്താൻ പോവുകയാണ് എന്നാണ്. അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, അതൊരു പുതിയ ചെയർമാൻ വന്ന അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ലേ, അത് അദ്ദേഹം ചെയ്യണം. അദ്ദേഹം ഉറപ്പായിട്ട് ചെയ്തുള്ളൂ. പക്ഷേ സാധാരണ ഇത് ഒരു ഇടതുപക്ഷ ഭരണം കഴിഞ്ഞൊരു വലതുപക്ഷ ഭരണത്തിലെ ആൾ കയറുമ്പോഴോ അല്ലെങ്കിൽ വലതുപക്ഷം കഴിഞ്ഞ് ഒരു ഇടതുപക്ഷത്തെ ആൾ കയറുമ്പോഴോ പറയാറുള്ള ഒരു കാര്യമാണ് ഇത് പറഞ്ഞത്. അല്ല, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ അദ്ദേഹം ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം ഇപ്പോൾ TV പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ഇന്റേണൽ ഓഡിറ്റിങ് കഴിഞ്ഞ് കണക്ക് അവതരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 5-6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കയറുമ്പോൾ 2004 വരെ അതിലെ കണക്കുള്ളൂ. 11 ഞാൻ കയറുമ്പോൾ 2004 വരെ കണക്കുള്ളൂ. ഇപ്പോഴും എല്ലാം 365 ദിവസവും ഓഡിറ്റർമാർ അടക്കം ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും 2010 കണക്കായിട്ടുള്ളൂ. ഇവിടെ ശ്രീ സാബുചാരെ UDF അല്ലെങ്കിൽ കോൺഗ്രസോ ഒക്കെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നിങ്ങളെപ്പോലുള്ള സിനിമാക്കാരെ പരിഗണിക്കാറുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോൾ അവരുടെ സഹയാത്രികരായ അവരുടെ പാർട്ടി അംഗങ്ങളായ ആളുകളെ മാത്രമേ പരിഗണിക്കാറുള്ളൂ. കഴിഞ്ഞ തവണത്തെ KSFDC ചെയർമാൻ KG ജോർജ് സാറല്ലേ? 5 വർഷം ഇരുന്നത് KG ജോർജ് സാറാണ്. അതിനു മുമ്പ് 10 കൊല്ലം ഇരുന്നത് ഗോവിന്ദപിള്ള സാറല്ലേ? അപ്പോൾ ഈ ഗോവിന്ദപിള്ള എന്ന് പറയുന്നത് മാർക്സ് പാർട്ടിയുടെ താത്വികാചാര്യനാണല്ലോ. അല്ല, ആണ്. എന്നാലും എല്ലാ സിനിമയും കണ്ട് അങ്ങനത്തെ
നിരൂപണം അടക്കം ചെയ്യുന്ന ഒരു വ്യക്തി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രിയദർശൻ ആയിക്കൊള്ളട്ടെ, സുരേഷ് കുമാർ ആയിക്കൊള്ളട്ടെ, സാബു ചെറിയാൻ ആയിക്കൊള്ളട്ടെ, അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നവരെ ഈ സ്ഥാനത്ത് എത്തിച്ചത് UDF-കാരാണ്. അങ്ങനെ ആക്കി ഒരു ടേം പൂർത്തിയാക്കി ഒരാളെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ സിനിമാക്കാരെല്ലാം തന്നെ ഈ ഗവൺമെൻറ്റിനെ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഔദ്ധത്യം കാണിക്കാൻ UDF-നോടെ കഴിയുമോ എന്നുള്ളത് കൊണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഇത്രയും കാര്യങ്ങളുടെ സിനിമയെ നമ്മൾ സഹകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് ഞാനിപ്പോൾ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പോകുന്ന മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെല്ലാം ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് സെക്രട്ടേറിയറ്റിന് അകത്ത് വന്നാണ് മമ്മൂട്ടി ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കുക, ഉദ്ഘാടനം അടക്കം ചെയ്തിട്ട് പോയത്. അപ്പം അത്രയും സഹകരണം ഈ സർക്കാരിനോട് ചെയ്തു. നമ്മൾ അങ്ങനെയാണോ വിഷയം? അതായത് മമ്മൂട്ടി മോഹൻലാലും കുറേ വിഷയങ്ങളിൽ അംബാസഡർമാരാകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കാറും വീടും തന്ന സുഖിപ്പിച്ച് കൊണ്ടുപോകണം എന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ചോദിക്കുന്ന സഹകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമാക്കാരെ മാത്രം ഗവൺമെൻറ് ഉപയോഗിക്കണോ? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പല കാര്യങ്ങളും നമ്മൾ ഈ 100 കണക്കിന് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതുവരെയും ഒരു ഇതാണ് വാദമെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, സാബു ചെറിയാനെ നീക്കം ചെയ്തപ്പോൾ സാബു ചെറിയാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ള ഫെഫ്ക തുടങ്ങിയ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തിയ ആളുകളെ പിൻവലിപ്പിക്കുകയാണ്. അല്ല, എൻ്റെ കൂടെ ഇരുന്ന ബോർഡിലെ മെമ്പേഴ്സ് അവർക്ക് അമ്മയെ ആരും പറയണ്ട, അവർക്ക് ഞങ്ങളുടെ പ്രവർത്തനം എന്തായിരുന്നു നല്ല ബോധ്യമുണ്ട്. ഞങ്ങളുടെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. യഥാർത്ഥത്തിൽ ശ്രീ സാബു ചെറിയാൻ, താങ്കൾ ഈ പറയുന്ന നേട്ടങ്ങൾ KB ഗണേഷ് കുമാർ എന്ന തീവ്രമായ സിനിമയോട് വികാരമുള്ള നല്ല ഏബിൾ അഡ്മിനിസ്ട്രേറ്ററായ ഒരാൾ ആ സ്ഥാനത്ത് വന്നതുകൊണ്ടല്ലേ സാബു ചെറിയാൻ ഒറ്റയ്ക്ക് KSFDC ചെയർമാനായി ഇത്രയധികം ഫണ്ട് ഒറ്റയ്ക്ക് സംഘടിപ്പിക്കാൻ കഴിയുമോ? അല്ല, അദ്ദേഹമാണ് ഇതിന് തുടക്കമിട്ടത്. അതിനുശേഷം മുഖ്യമന്ത്രി വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ സൗകര്യം തന്നെ കിട്ടി. കാരണം ഫണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ഫോൺ വിളിച്ച് അതായത് സെക്രട്ടറിയോട് സംസാരിച്ച് അതെല്ലാം ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് വിജയിച്ചത്, ഒരു സംശയവും വേണ്ട. ശ്രീ സാബു ചെറിയാൻ, രാഷ്ട്രീയ നിയമനം സ്വാഭാവികമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കലാകാരന്മാർക്ക് മാത്രമേ ഇത്തരം KSFDC പോലുള്ള സ്ഥാപനങ്ങൾ നടത്താൻ കഴിയൂ എന്ന് വാദിക്കുന്നത് ഒരു അരാഷ്ട്രീയവാദമല്ലേ? ഇവിടെ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാം. താങ്കൾ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ടാണല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ടേം കഴിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയക്കാരനെ നിയമിക്കുമ്പോൾ രാഷ്ട്രീയക്കാരൻ നിയമിക്കരുത്, ഞങ്ങൾ സിനിമാക്കാർക്ക് മാത്രമാണ് ഇതിൽ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പാനുള്ള കാര്യമാണ്. അല്ല, അങ്ങനെ ഒരു അവകാശവാദമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ടൈമിൽ KG ജോർജ് സാറാണ് ഇരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞാനും ഇടവേള ബാബു, മണിയമ്പിള്ള രാജചേട്ടൻ ഉൾപ്പെടെയുള്ള സിനിമാക്കാർ വന്നപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ ഇത് പ്രോഫിറ്റിലായതിന് ഒരു ഗിമ്മിക്സും ഇല്ല. ഞങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നല്ല നല്ല കമ്പനികളുടെ വലിയ വലിയ സിനിമകൾ നമ്മളുടെ തിയേറ്ററിൽ കൊണ്ടുവന്ന് കളിച്ചു. അത് കളിക്കാനുള്ള സാഹചര്യം തിയേറ്റർ നന്നാക്കി, നല്ല തിയേറ്ററായപ്പോൾ അതിൽ കാണാൻ ആളുകളെത്തി. അപ്പോൾ ഈ നല്ല സിനിമകൾ ഇതും കൊണ്ടുവന്ന രാഷ്ട്രീയക്കാർ വന്നിരുന്നാൽ ഇപ്പോൾ പ്രൊഡ്യൂസറെയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെയോ വിളിച്ച് ആ പടം കിട്ടണമെന്നില്ല. പക്ഷേ ഈ സിനിമാ ലോകത്തിന് എന്ത് നേട്ടമുണ്ടായി? 11 തിയേറ്ററുകളുണ്ട്. ഇവിടെ പല സിനിമാക്കാരും, പ്രിയനന്ദനെ പോലെയുള്ള സിനിമാക്കാരൊക്കെ അവരുടെ സിനിമയ്ക്ക് തിയേറ്ററില്ലാതെ ഹൃദയം പൊട്ടി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സിനിമയെ സഹായിക്കാനാണല്ലോ സർക്കാർ പണം മുടക്കി ഇങ്ങനെ ഒരു കോർപ്പറേഷൻ. എന്ത് ചെയ്യാൻ സാധിച്ചു? ഇപ്പോൾ കഴിഞ്ഞ മാസമായിട്ട് ഒരു 20 സിനിമ കളിച്ചിട്ടുണ്ട്. ഈ പ്രിയനന്ദൻ്റെ സിനിമ മാറ്റിവെച്ചു. അതനുസരിച്ചുള്ള സലീം കുമാർ ഇപ്പോൾ ബഹളം പറയുന്നുണ്ട്. സലീം കുമാറിൻ്റെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സിനിമയടക്കം കളിച്ചു. ഒരു ഷോ പോലും നടത്താൻ ആൾ വന്നിട്ടില്ല. അതിന് ഇനി കൈരളിയിൽ നിന്ന് നമ്മളിനി ആളെയും പുറത്തുനിന്ന് വിളിച്ച് കയറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമ വെച്ച് കൊടുക്കാമെന്നുള്ളതല്ലാതെ അതിന് ആളെ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് നടക്കില്ല. ഈ ആൾ വന്നാൽ ഒരു 15 ആളെങ്കിലും വന്നാതെ ഒരു AC തിയേറ്ററിൽ എങ്ങനെ ഷോ നടക്കും? ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ എത്തിച്ചേരാം. 15-20 സിനിമ നമ്മുടെ തിയേറ്ററിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് കളിക്കുക. ഒരു സിനിമയും മുഴുവൻ ഷോ ആയിട്ട് ഒരു സിനിമയും നടന്നിട്ടില്ല. അതാണ് അവസ്ഥ. ഈ എന്ന് പറയുന്നൊരു സിനിമ ഒഴിച്ച് ഈ 4 മാസം, ഈ 3 മാസത്തിനിടയ്ക്ക് ഒരു സിനിമ ഓടിയിട്ടില്ല. അല്ല, അപ്പോൾ സ്വാഭാവികമായും സർക്കാർ പണം മുടക്കി എന്തിനും തിയേറ്റർ നടത്തണമെന്ന സംശയം ഉണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഭാഷ ചലച്ചിത്രം കളിക്കാൻ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ വലിയ പ്രൊഡ്യൂസറുടെ പടം കളിക്കാൻ അങ്ങനെ സർക്കാരിൻ്റെ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, സർക്കാരിൻ്റെ സംവിധാനം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏതാണ്ട് 38 ലക്ഷം രൂപയോളം KSFDCയിലെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ വേണം. സർക്കാരിൽ നിന്ന് 1 രൂപ പോലും കിട്ടില്ല. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷനിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം കൂടെ നോക്കാതെ KSFDCയിൽ ഇനി രാഷ്ട്രീയക്കാരല്ല ആര് വന്നിരുന്നാലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അല്ല, KSFDCയുടെ ലക്ഷ്യം സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയെ പോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ. തിയേറ്റർ ലാഭകരമായി നടത്തുക, അത് തിയേറ്റർ മുതലാളിമാർ വേറെ ഉണ്ട്, അവർ നടത്തുന്നുണ്ടായിരിക്കും. സർക്കാർ തിയേറ്റർ ലാഭകരമായി നടത്തുക എന്നതുകൊണ്ട് ഈ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് എന്ത് ഗുണമാണുള്ളത്?
അല്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പോകുന്നതിലാണല്ലോ സിനിമയുടെ വിജയം. കാരണം എന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആർട്ട് ഫിലിം മാത്രമല്ലല്ലോ, കൊമേഴ്ഷ്യൽ ഫിലിമും സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അതോടൊപ്പം ഈ 38 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാനുള്ള ബാധ്യതയും KSFDCക്കുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് ആ കോർപ്പറേഷൻ്റെ വിജയം. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ രണ്ട് തരത്തിലും കൊണ്ടുപോയി എന്ന വാദം സമ്മതിച്ചാൽ തന്നെയും മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കൊണ്ടുവന്ന് ഇതിനെ ഇത്തരത്തിൽ ലാഭകരമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി ഉയർത്തിയെടുത്തപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നല്ല അപ്രീസിയേഷനും പിന്തുണയും ഉണ്ടോ? അല്ല, മന്ത്രി ഞാൻ പറഞ്ഞല്ലോ, മന്ത്രി ഇപ്പം ഞങ്ങളുടെ വകുപ്പിൽ ഞങ്ങളുടെ കോർപ്പറേഷനിലെ കാര്യങ്ങളിലൊന്നും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാർ അധികം ഇടപെട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഈ 5 വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നാണോ പറയുന്നത്? അല്ല, അദ്ദേഹത്തിന് അതിനുള്ള സമയമില്ല. 5 വകുപ്പാണ്. ഒന്നാമത് ട്രാൻസ്പോർട്ട് തന്നെ മതി സമയം പോകാൻ. അപ്പോൾ അതുപോലത്തെ വകുപ്പുള്ളപ്പോൾ ഇതാണ് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പുതിയ തിയേറ്ററുകളുടെ നല്ല സൗകര്യങ്ങളൊക്കെ മന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? അല്ല, അദ്ദേഹം വന്നതിൽ പിന്നെയാണ് തൃശ്ശൂരത്തെ 2 തിയേറ്ററും അതുപോലെ തന്നെ ചേർത്തല 1 തിയേറ്റർ ഉണ്ടായിരുന്ന 2 തിയേറ്ററാക്കി മാറ്റിയതും. പക്ഷേ അതിനകത്തൊക്കെ ഞാൻ പറയുന്നത് അത് ചീപ്നെസ്സായി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഞാൻ പറയാം, ആ 2 ഇതിൽ ഉദ്ഘാടനത്തിന് വന്നിട്ട് ഇതിന് ഞങ്ങളെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബോർഡിനെയോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചില്ല എന്ന് വളരെ വിഷമത്തോടു കൂടി പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോടൊരു തുടർച്ചയായ ഒരു വിരോധം തിരുവഞ്ചൂരിനുണ്ടോ എന്ന് സംശയം. അത് വിരോധമായിട്ട് തോന്നുന്നില്ല, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം ചിലർ നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്താൽ കൊള്ളാമെന്ന് പറയും, ചിലരൊന്നും പറയില്ല. അപ്പോൾ ആ ഗണത്തിൽപ്പെട്ടതാണ് അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പ്രിയദർശനും ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ആളാണല്ലോ. അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് നിലവിളിച്ച ആളാണ് തിരുവഞ്ചൂർ. അല്ല, പ്രിയദർശൻ്റെ ഒന്നും ലെവലിലുള്ള ആളല്ലല്ലോ ഞാൻ. പ്രിയദർശൻ്റെ ഓൾ ഇന്ത്യ ലെവലിലൊരു ക്ലൗട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ആ ലെവലിലൊന്നും ഉള്ള ആളല്ല. പക്ഷേ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞാനും എൻ്റെ ബോർഡും കൂടി ഒരു കോർപ്പറേഷൻ നശിച്ചു കിടന്നൊരു കോർപ്പറേഷനെ പ്രോഫിറ്റിൽ കൊണ്ടുവന്നു വളരെ അന്തസ്സായിട്ട് ഇരുന്ന് പറയാൻ പറ്റും. ഷാജി കൈലാസാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ ടൈഗർ എന്ന സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ 10-17 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇതേ ഷാജി കൈലാസ് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നു എന്ന് പറഞ്ഞ് ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെക്കുക. അല്ലല്ല, അതാണ് ഞാൻ ഇപ്പോഴും ആർഗ്യൂ ചെയ്യുന്നത്. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നു എന്ന് പറഞ്ഞല്ല ഇവരാരും രാജിവെക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനാണല്ലോ വരുന്നത്. അല്ല, അത് വന്നോട്ടെ, അതിപ്പോൾ ഇനി ആയാലും ഞങ്ങൾക്ക് അതിനകത്തകത്തേക്ക് കയറണമെന്നില്ല. പക്ഷേ എന്നോട് ചെയ്ത നീതികേട് അതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്തു എന്നുള്ളത് എൻ്റെ ബോർഡിലെ അംഗങ്ങളെ അറിയുള്ളൂ. ഇപ്പോൾ 3.5 വർഷത്തിനിടയ്ക്ക് എല്ലാ മാസവും ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിംഗ് എല്ലാവരും ഒരേ രീതിയിൽ ആലോചിച്ച്, കാരണം എല്ലാം സിനിമ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും, എല്ലാം ആലോചിച്ച് അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയതുകൊണ്ടാണ്. അല്ലാതെ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ബോർഡിൽ ഇപ്പോൾ മണിയമുള്ള രാജചേട്ടനൊക്കെ ആണെങ്കിലും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിൽ പോലും ചേട്ടാ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ എത്തണം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ടൈമിലെത്തും. അല്ല, ഇത് ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന മണിയൻപിള്ള രാജുവിനായാലും ഷാജി കൈലാസിനായാലും മറ്റുള്ളവർക്കായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണോ? അതല്ലാതെ താങ്കളൊരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. അപ്പോൾ മറ്റ് ഡയറക്ടേഴ്സിനായാലും ആക്ടേഴ്സിനായാലും താങ്കളെ പിണക്കുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് അവർ ഇതിൽ അണിനിരക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. മാത്രമല്ല സലിം കുമാർ അങ്ങനെയല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നതിൽ എതിർപ്പില്ല എന്നറിയിച്ചിട്ടുമുണ്ട്. സലീം കുമാർ ഞങ്ങളുടെ ബോർഡിലുള്ള ആളായിരുന്നു. 3.5 വർഷമായിട്ട് ഒരു ബോർഡ് മീറ്റിങ്ങിന് പോലും വരാത്തൊരു വ്യക്തി ആകെ പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് KSFDCയിൽ എന്ത് നടന്നു എന്ന് പോലും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് നടന്നു എന്ന് അറിയാത്തൊരു ബോർഡ് മെമ്പർ പിന്നെ അതിൽ കൂടുതൽ എന്താ കമൻറ്റ് ചെയ്യുക? ഞങ്ങൾക്ക് ഇപ്പോഴും ഞാനുൾപ്പെടെ എൻ്റെ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ണിത്താൻ ചേട്ടൻ വന്ന ഞാനുൾപ്പെടെ അദ്ദേഹത്തെ അടുത്ത ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. കാരണം ഇത് നമ്മൾ ചെയ്തു വെച്ചൊരു സാധനം ഒരിക്കലും താഴത്തേക്ക് പോകണമെന്ന് ഒരു രീതിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല ഞങ്ങൾ ആരും. പക്ഷേ ഈ ഒരു നീതികേട് ഇപ്പോൾ ഒന്ന് നമ്മളെ വിളിച്ചിട്ട് സാബുദയ നിങ്ങളുടെ പീരീഡ് കഴിഞ്ഞു, അതുകൊണ്ട് അടുത്ത ആളെ ഞങ്ങൾ വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ടീമിന് അവിടെ ഒന്ന് കൂടി ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റാഫിനെ എല്ലാം ഒന്ന് വിളിച്ച് ഞങ്ങൾ പിരിയുന്നു എന്ന് പറയാനുള്ള ഒരു അവസരമെങ്കിലും തരിക എന്നുള്ള ഒരു മിനിമം മര്യാദപ്പെട്ട കാര്യങ്ങളല്ലേ? പക്ഷെ നിങ്ങൾ 6 മാസം പിന്നിട്ടിരിക്കുന്നു ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇല്ല എന്നോട് സംസാരിക്കുന്നത് ഈ 35-ൽ നിന്ന് 29 സ്ഥാനത്തേക്ക് നമ്മുടെ കോർപ്പറേഷൻ എത്തിയിരിക്കുന്നു എന്ന് പറയാൻ ചെന്നപ്പോഴാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം അത് പറയാൻ ചെന്നപ്പോഴേക്കും അത് കണ്ടതിന് ശേഷം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നിങ്ങളോട് കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ. അതിലെന്താ, ഞാൻ അങ്ങോട്ട് കാണാൻ ചെന്നതാ, എന്നെ കാണാൻ വന്നതോ അല്ലെങ്കിൽ എന്നെ വിളിപ്പിച്ചതോ അല്ല. നിർബന്ധമില്ല അത്. അല്ല, എന്തായാലും ഈ നിയമനം ഫൈനലായി കഴിഞ്ഞു.
ഒരു വിരോധമില്ല. അതെ, ഇനി ഈ സിനിമക്കാർ സർക്കാരുമായി സമ്പൂർണ്ണമായി നിസ്സഹകരിക്കാനാണോ തീരുമാനിക്കുന്നത്? അല്ല, അത് ഈ സിനിമാക്കാർ മൊത്തമായിട്ട് സഹകരിക്കണം വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നാളെ വാറ്റ് ഓട്ടോൺ അക്കൗണ്ടിൽ എടുത്ത് കളയുമെന്ന് തീരുമാനിച്ചിട്ടാണ്. അല്ലാതെയുള്ള കാര്യങ്ങൾ സഹകരിക്കും, ഞങ്ങളും എല്ലാം സഹകരിക്കും. പക്ഷേ ഈ ബോർഡിൽ എന്നോടൊപ്പം ഇത്രയധികം സഹകരിച്ച ബോർഡ് മെമ്പർമാർക്ക് എന്നോട് ചെയ്ത നീതികേടിനോടും അതിനോട് വിയോജിപ്പുള്ളതുകൊണ്ട് അതിൽ നിന്ന് മാറുന്നു എന്നുള്ളൂ. ഉണ്ണിത്താൻ ചേട്ടന് ഇനിയും ചിലപ്പോൾ സിനിമാക്കാരെ തന്നെ കിട്ടും ബോർഡിലേക്ക്. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ആരോ വേണ്ടാന്ന് ഇതൊന്നുമല്ല പറയുന്നത്. ഇത്രയും നല്ല തിയേറ്റർ കാര്യങ്ങളുണ്ടാക്കി ഇതിലും ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആ നിസ്സഹകരണത്തിൻ്റെ പ്രശ്നം, നിസ്സഹകരണം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. അല്ല, ഈ വാറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. നാളെ ഇപ്പോൾ വാറ്റ് എടുത്ത് കളഞ്ഞില്ല എങ്കിൽ നാളെ അത് വാറ്റ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ മൊത്തം സർക്കാരിലേക്ക്. കാരണം എന്താ വെച്ചാൽ ഒരു സിമ്പിൾ സാധനം പറയാം, അതായത് സർക്കാരിൻ്റെ പരസ്യങ്ങളിൽ അഭിനയിക്കില്ല, ബ്രാൻഡ് അംബാസഡർമാർ അത് മാത്രമല്ല, മൊത്തം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എത്രയോ ഉദ്ഘാടനങ്ങൾക്ക് ഇവർ ചെല്ലുന്നുണ്ട്. അപ്പോൾ 25%, അതായത് മാറ്റെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ബ്രാൻഡ് അംബാസഡർമാർ സ്ഥാനം പോലും രാജിവെക്കും മമ്മൂട്ടി, മോഹൻലാൽ അടക്കം. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ 25% നികേഷ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ സിനിമയ്ക്കും. 25% പുറമെ അല്ല, അതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. അതായത് മോഹൻലാലും മമ്മൂട്ടി, മഞ്ജു വാര്യർ അടക്കമുള്ളവർ ഇപ്പോൾ സർക്കാരിൻ്റെ വ്യത്യസ്ത പദ്ധതികളിൽ ബ്രാൻഡ് അംബാസഡർമാരാണ്. ഈ 5% വാറ്റ് പിൻവലിക്കുന്നില്ല എങ്കിൽ അവർ ബ്രാൻഡ് അംബാസഡർമാർ അടക്കമുള്ള സ്ഥാനങ്ങൾ രാജിവെച്ച് സിനിമാക്കാർ മൊത്തം, ഞാൻ ഈ രാജിവെച്ചു എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്, സിനിമാക്കാർ മൊത്തം പിന്നെ ഗവൺമെൻറ്റിനോട് സഹകരിക്കില്ല എന്നൊരു തീരുമാനം. ഇപ്പോൾ ഇന്നലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആയിരുന്നു. ആ അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ എൻ്റെ കൂടെയുള്ള ബോർഡ് അംഗങ്ങളോട് രാജിവെച്ചോളാനും നാളെ ഓട്ടോൺ അക്കൗണ്ടിൽ വാറ്റ് പിൻവലിച്ചില്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും എടുക്കുന്ന തീരുമാനത്തിനോട് എന്താണെന്ന് വെച്ചാൽ അത് സഹകരിച്ചോളാനും ഇന്നലെ തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സാബു ചെറിയാൻ, വളരെ നന്ദി മീറ്റ് എഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന്, ഇവിടെ എത്തിയതിന് നന്ദി.